വിഷമിക്കണ്ട. എല്ലാരും നമ്മളെ സഹായിക്കും. ഞങ്ങളെ വിട്ട് അമ്മ പോവാ. എന്റെ കുട്ടികളെ വിട്ടിട്ട് അമ്മനെ പോവാ. എല്ലാം ശരിയായിട്ട് അമ്മ വരൂട്ടോ. എന്റെ കുട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. എന്റെ കുട്ടീനെ ഞാൻ അങ്ങനെ വളർത്തിയതാ. ആരാരുമില്ലാത്തൊരവസ്ഥയിലേക്ക് അമ്മയില്ലാത്ത മക്കളായിട്ട് വളരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരമ്മ 3 മക്കളെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ കൈ കൊപ്പുന്ന ഒരു ഗതികേട് ആർക്കും ദൈവം കൊടുക്കാതിരിക്കട്ടെ. ഇതെനിക്ക് താങ്ങാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ടും കൂടെ ഞാൻ പിടിച്ചു നിന്ന് എന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി. ഞങ്ങളെ ഒരു 3 മക്കളെ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങളെല്ലാരും ഞങ്ങളെ കുടുംബത്തിനെ സഹായിക്കണം. വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലൊക്കെ കൈ നീട്ടുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ കുടുംബത്തിനെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. വളരെ സങ്കടം നിറഞ്ഞ ഗുരുതരാവസ്ഥയിലുള്ള വെറും 36 വയസ്സ് മാത്രം പ്രായമുള്ള രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ 3 മക്കളടങ്ങിയ പ്രിയപ്പെട്ട അനാമികയും അമൽരാജും ആദിത്യരാജും അടക്കമുള്ള 3 മക്കളടങ്ങിയ പ്രിയപ്പെട്ട അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. തനിച്ചാക്കി പോവല്ല അമ്മ. മരുമോളല്ലത് മോൾ തന്നെയാ. ഇവൾക്ക് വിഷമം വന്നപ്പോ സമയത്ത് സാമ്പത്തികമായിട്ട് അങ്ങനെ തകർന്നല്ലോ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനിയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഷിജുവിന്റെ ഭാര്യയാണ് രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട 36 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരി. എന്റെ മോളാണ്. പിന്നെ എന്റെ കുട്ടീനെ ഞാൻ നോക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങള് 3 കുട്ടികളാണ്. 3 മക്കൾക്ക് പിന്നെ ആരും ഉണ്ടാവില്ല. എന്റെ കുട്ടികളെല്ലാവരും സഹായിക്കും. ഓരോ ദിവസം ഉറങ്ങി നീക്കുമ്പോ മരണത്തിന് മുന്നിൽ കണ്ടോണ്ടാണ് ഈ കുട്ടിയൊക്കെ ഞാനില്ലാണ്ടായി എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയരുത്. ഒരുപാട് കാലം എന്റെ അമ്മനെ ഒറ്റയ്ക്ക് വളർത്തിയതാണ്. അച്ഛൻ മരിച്ചിട്ട് അമ്മമാരില്ലാതെ എനിക്ക് വേണ്ടി മാത്രം എന്റെ അമ്മന്റെ സുഖം സന്തോഷമൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാ. ഇപ്പോഴും എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നു. മനസാക്ഷിയുള്ള പ്രിയപ്പെട്ട ആളുകൾ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കണേ പ്രിയപ്പെട്ടവരെ. വളരെ സുന്ദരിയായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള പ്രിയപ്പെട്ട രണിതയുടെ ഈ നിലവിലുള്ള അവസ്ഥയാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. യാതൊരു മാർഗവും ഇല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ആളുകളുടെ മനസ്സിൽ കല്ലല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട 3 മക്കളെ ഓർത്തെങ്കിലും ഈ മക്കളുടെ അമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള, അവരുടെ ആകെ അത്താണിയായിട്ടുള്ള പ്രിയപ്പെട്ട അമ്മയെ തിരിച്ചു കൊടുക്കാനുള്ള അവസാന അഭ്യർത്ഥനയാണ്, മാർഗമാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ജീവിച്ചത്. ഈ കുട്ടിയൊക്കെ ഞാനില്ലാണ്ടായി എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയരുത്. കാലിനും മുഖത്തും നീര് വന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട സഹോദരിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇരുവൃക്കകളും തകരാറിലായി എന്നുള്ള ആ വലിയ സങ്കടം ഈ കുടുംബത്തിന്റെ വാർത്തയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആൺമക്കളായിട്ട് ആരുമില്ലേ? അച്ഛനോ? അച്ഛൻ മരിച്ചു. 10 വയസ്സായപ്പോ എന്റെ കുട്ടീനെ അച്ഛൻ മരിച്ചു. എന്നാലും ഞാൻ അതൊന്നും അറിയിക്കാതെ എന്റെ കുട്ടീനെ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്തു. എല്ലാ കാര്യവും ഞാൻ കൂലിപ്പണിയെടുത്ത് ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ കുട്ടീന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ, സഹായിക്കാൻ, ഒന്ന് സംരക്ഷണം നൽകാൻ രണിതയുടെ അച്ഛനിൽ ഒരു ആൺകുട്ടി ആരുമില്ല, ആൺമക്കളുമില്ല. 1 ഗ്രാം സ്വർണം പോലും ഈ അമ്മയുടെ കഴുത്തിലോ എവിടെ ഇല്ല. പ്രിയപ്പെട്ടവർ, സാറിന്റെ സഹായം ഞാൻ വളരെയധികം എനിക്ക് പറയാൻ കഴിയില്ല. വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ 3 പ്രാവശ്യം ആഴ്ചയിൽ ഡയാലിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി പോരുന്നത്. ശ്വാസതടസ്സമുണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു അസ്വസ്ഥതകൾ